So dear students, in this class let us learn about another reaction intermediate which is carbenes. A carbene is a bivalent neutral carbon intermediate which contains a carbon atom bearing only a sextet of electrons of which two are unshared. Typical examples of carbenes are the methylene carbene, dichlorocarbene, etc. കാർബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് ആണ്. നമുക്ക് വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് കാർബീൻ എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടി വേർതിരിച്ചെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇതൊരു ഇന്റർമീഡിയറ്റ് ആണ്. ഈ കാർബീൻ വേഗം തന്നെ റീഅറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് പ്രോഡക്റ്റിലേക്ക് മാറും. വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് ഈ കാർബീൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത്. ഈ കാർബീന്റെ പ്രത്യേകത ബൈവാലന്റ് ആണ്. അതായത് രണ്ട് ആറ്റംസ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ന്യൂട്രൽ ആണ്, ചാർജ് ഒന്നും ഇല്ല. പിന്നെ മൊത്തം 6 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. അതിൽ 2 ഇലക്ട്രോൺസ് ആരുമായിട്ട് ബോണ്ട് ചെയ്യാതെ അൺഷെയർഡ് ആയിട്ടാണ് ഇരിക്കുക. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഥിലീൻ കാർബീൻ ആണ്. ഫോർമുല CH2 വരും. CH2 ഉള്ളവരെ നമ്മൾ മെഥിലീൻ എന്നാണ് വിളിക്കുക. അപ്പം മെഥിലീൻ കാർബീൻ. പിന്നെ ഡൈക്ലോറോ കാർബീന്, 2 ക്ലോറിൻ ഉള്ള കാർബീനും ഉണ്ട്. Now let us discuss what is the classification of carbenes. If the spins of the two non-bonded electrons on the carbon in a carbene are anti-parallel, it is called a singlet carbene. And if the spins are parallel, it is called a triplet carbene. For the methylene carbene CH2, the following two states are possible. In this carbene, the two are anti-parallel. One electron is in the upward direction and the other electron is in the downward direction. But in the triplet carbene, both are parallel. That is, both the electrons are in the up direction. So it is called triplet carbene. Classification ഭയങ്കര സിമ്പിൾ ആണ്. സിംഗ്ലറ്റ് കാർബീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ഇലക്ട്രോൺസ്, 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 അൺപെയർഡ് ഇലക്ട്രോൺസും അപ്പ് ആരോയും ഡൗൺ ആരോ ആയിട്ട് ഇരിക്കുകയാണ്. അതായത് ആന്റി പാരലൽ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ സിംഗിൾ കാർബീൻ എന്ന് വിളിക്കാം. അല്ല സെയിം ഡയറക്ഷനിലാണ് 2 ഇലക്ട്രോൺസും സ്പിൻ ചെയ്യണമെങ്കിൽ, അതായത് രണ്ടും അപ്പാണ് അല്ലെങ്കിൽ രണ്ടും ഡൗൺ ആണെങ്കിൽ നമുക്ക് അതിനെ ട്രിപ്ലറ്റ് കാർബീൻ എന്ന് വിളിക്കാവുന്നതാണ്. Now let us discuss what are the formation methods for carbenes. First one is photochemical or thermal decomposition of diazomethane. This is diazomethane, which is CH2N2. On heating, it decomposes to CH2 plus N2. This CH2 is a methylene carbene. So the reaction step is given here, CH2 N2, whereby the electrons are shifted to this carbon and there is a breakage here and it becomes CH2 plus N2. The second method of preparation or formation is the photochemical or thermal decomposition of ketene. So what are ketenes? Ketenes are CH2 double bond C double bond O. On exposing it to light or heating it, rearrangement occurs so that the electrons are shifted to this carbon and the other electrons are shifted to this carbon. So it rearranges to CH2 and CO, which is carbon monoxide. ഡയാസോമീഥേൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ ഫോട്ടോകെമിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ തെർമലി ഹീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മെഥിലീൻ കാർബീൻ കിട്ടും. അല്ലെങ്കിൽ കീറ്റീൻസിനെ എടുത്തിട്ട് ചൂടാക്കുക അല്ലെങ്കിൽ ലൈറ്റ് എക്സ്പോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാർബീൻ കിട്ടും. Another method is treatment of chloroform with strongly alkaline reagents. For example, OH minus is a alkaline reagent and it reacts with chloroform, which is CHCl3, to give a CCl2 plus H2O plus Cl minus. നമ്മുടെ റീമർ ടീമെന്റ് എന്ന് പറഞ്ഞ റിയാക്ഷനിലൊക്കെ നടക്കുന്നത് ഇതാണ്, ഈ റിയാക്ഷൻ ആണ്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡും ക്ലോറോഫോമും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഡൈക്ലോറോ കാർബീന് കിട്ടുന്നുണ്ട്. ഈ ഡൈക്ലോറോ കാർബീന്
ആണ് പിന്നെ പ്രോഡക്റ്റിലേക്ക് മാറുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. OH മൈനസ് ഈ ഹൈഡ്രജന്, ക്ലോറോഫോമിന്റെ ഒരു ഹൈഡ്രജന് വലിച്ചെടുക്കുന്നു. അപ്പൊ CCl3 ആയിട്ട് മാറുന്നു. CCl3, ഈ CCl3യുടെ ഒരു ക്ലോറിൻ അതിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പൊ CCl2 ആയിട്ട് മാറുന്നു. ഇനി എന്താണ് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കാം. എല്ലാ കാർബീൻസും സിംഗ്ലറ്റ് കാർബീൻ സാധാരണയായിട്ട് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതിൽ 2 സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട് വേറെ ആറ്റംസ് ആയിട്ട്. ഒന്നെങ്കിൽ മെഥിലീൻ കാർബീൻ ആണെങ്കിൽ 2 ഹൈഡ്രജൻ ആയിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഡൈക്ലോറോ കാർബീൻ ആണെങ്കിൽ 2 ക്ലോറിനായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ബാക്കി ഉണ്ടാവും. ആ sp2 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഈ നോൺ ബോണ്ടിങ് ആയിട്ടുള്ള 2 ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. 2 ഇലക്ട്രോൺസ് നോൺ ബോണ്ടിങ് ആയിട്ട് അവിടെ ഇരിക്കും. ഇനി ഇത് കൂടാതെ sp2 ഹൈബ്രിഡൈസേഷൻ അല്ലാതെ ഹൈബ്രിഡൈസ് ചെയ്യാതെ ഒരു p ഓർബിറ്റൽ ഇരിക്കുന്നുണ്ടാവും. pz ഓർബിറ്റല് അത് എപ്പോഴും empty ആയിരിക്കും. അത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിംഗ്ലറ്റ് കാർബീന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബെൻഡ് ഷേപ്പ് ആണ്. ഒരു എന്താ പറയാ, വളഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പ് ആണ് സിംഗ്ലറ്റ് കാർബീന്. അപ്പൊ പടം നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. നോക്കിക്കേ, ബെൻഡ് ഷേപ്പ് വരുന്നുണ്ട്. HCH ബെൻഡ്, വളഞ്ഞിരിക്കുകയാണ്. ഇനി ഇതും sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. അത് ഹൈഡ്രജൻ ആയിട്ട് ഓവർലാപ്പ് ചെയ്തു. ഇനി ഇത് കൂടാതെ മൂന്നാമത് ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. അതിൽ 2 ഇലക്ട്രോൺസ് ഇരിക്കുകയാണ്. നോൺ ബോണ്ടിങ് ആയിട്ട് പങ്കെടുക്കാതെ 2 ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട്. ഇനി ഈ 2 ഹൈഡ്രജനും ഈ നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എല്ലാം ഒരു പ്ലെയിനിലാണ്. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റൽ ഇരിക്കുന്നുണ്ട്. അത് empty ആണ്. ഇതാണ് സിംഗ്ലറ്റ് കാർബീന്റെ പ്രത്യേകത. ബെൻഡ് സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത്. ഈ ട്രിപ്ലറ്റ് കാർബീൻ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. In the triplet carbene, the carbon atom is sp hybridized, and the 2 sp hybrid orbitals are used to form sigma bonds with the atoms or groups. The unhybridized p orbitals, which stand perpendicular to the above line of atoms, are also mutually perpendicular, containing an electron each. A triplet carbene thus has a linear shape. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഷേപ്പാണ് ഈ ട്രിപ്ലറ്റ് കാർബീന്റെ. ട്രിപ്ലറ്റ് കാർബീനിലും ഇത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. sp2 ഹൈബ്രിഡൈസ് അല്ല, sp ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓരോന്നും ഹൈഡ്രജൻ ആയിട്ട് ഓവർലാപ്പ് ചെയ്യും. ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ആയിട്ട് ഓരോന്നും ഓവർലാപ്പ് ചെയ്യും. അപ്പൊ ഇത് ഒരു ബോണ്ട്, ഇത് വേറെ ബോണ്ട്. അപ്പൊ 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും കഴിഞ്ഞു. ഇനി ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ 2 പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊരെണ്ണം, പിന്നെ വേറൊന്ന് ഇതും. ആ 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും ഓരോ ഇലക്ട്രോണിന് വീതം ഓക്യുപ്പൈ ചെയ്യും. അതുകൊണ്ടാണ് അതിന് പാരലായിട്ട്, ഇലക്ട്രോൺസിന് പാരലായിട്ട് ഇരിക്കാൻ പറ്റുന്ന 2 പ്രത്യേക ഓർബിറ്റൽസിലാണ് ഇരിക്കുന്നത്. 2 വെവ്വേറെ ഓർബിറ്റൽസിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പാരലായിട്ട് ഇരിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ട്രിപ്ലറ്റ് എന്ന് അതിനെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ആണ് ഇരിക്കുന്നത്. ഇനി അപ്പൊ നമ്മൾ ഈ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ, അതൊന്നും നോക്കുന്നില്ലെങ്കിൽ നമുക്കറിയാവുന്നതാണ് ഹൈഡ്രജൻ CH ഇതെല്ലാം കൂടെ ഒരു ലൈനിലാണ്. അതുകൊണ്ട് ഇതിന്റെ ഷേപ്പ് ലീനിയർ എന്നാണ് വിളിക്കുക. മറ്റേതിന്റെ ഷേപ്പ് ലീനിയർ എന്ന് വിളിക്കാൻ പറ്റില്ല, ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്, അതുകൊണ്ട് ബെൻഡ് ഷേപ്പ്. Now let us discuss the relative stability. A triplet carbene is relatively more stable than its singlet counterpart. The 2 electrons occupy the same orbital in singlet carbene, whereas they are in different orbitals with parallel spins in triplet carbene. Thus, interelectronic repulsion is greater in singlet carbene than in triplet carbene. And the triplet carbene is of lower energy and hence more stable than the singlet carbene. രണ്ടുപേരും കമ്പയർ ചെയ്യുക, സിംഗ്ലറ്റിനെയും ട്രിപ്ലറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ട്രിപ്ലറ്റിനാണ്. അതിന് റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഈ സ്ട്രക്ചർ ജസ്റ്റ് നോക്കിയാൽ മതി. ഈ സ്ട്രക്ചറിൽ ട്രിപ്ലറ്റ് കാർബീനിലെ 2 ഇലക്ട്രോൺസും 2 വെവ്വേറെ ഓർബിറ്റൽസിലാണ് ഇരിക്കുന്നത്. 2 സെപ്പറേറ്റ് p ഓർബിറ്റൽസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ഇലക്ട്രോണിക് റിപ്പൾഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഇത് നോക്കിക്കേ, സിംഗ്ലറ്റ് കാർബീനിൽ 2 ഇലക്ട്രോണും കൂടി ഒരു
ഓർബിറ്റലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവർ ഭയങ്കര അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാവും. അതുകൊണ്ട് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ സിംഗിൾ കാർബീൻ അൺസ്റ്റേബിളും ട്രിപ്പിൾ കാർബീൻ മോർ സ്റ്റേബിളും ആണ്. ഇനി നമുക്ക് റിയാക്ഷൻസ്, കാർബീൻസിന്റെ റിയാക്ഷൻസ് നോക്കാവുന്നതാണ്. അഡീഷൻ ടു ആൽക്കീൻസ്, ഡയാസോമീത്തേൻ reacts photochemically with alkenes to yield alkanes containing cyclopropyl rings. The reaction is believed to be through the addition of carbene formed from diazomethane. For example, diazomethane decomposes into methylene, carbene and nitrogen, and the methylene carbene reacts with 2-butene to give 1,2-dimethyl cyclopropane. ഡയാസോമീത്തേൻ സിംഗ്ലറ്റ് കാർബീൻ ആവുന്നു. സിംഗ്ലറ്റ് കാർബീന് വന്ന് ഡബിൾ ബോണ്ടിന്റെ അവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു റിങ് ഉണ്ടാക്കുന്നു. അങ്ങനെ അത് സൈക്ലോപ്രൊപ്പൈൻ ആയിട്ട് മാറുന്നു. ഇപ്പൊ ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പുള്ള സൈക്ലോപ്രൊപ്പൈൻ ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് പേര് 1,2-dimethyl cyclopropane. Next is reaction with primary amines. Primary amines when heated with chloroform and alcoholic KOH yields carbylamines with a characteristic foul smell, or it is called carbylamine reaction. This involves the nucleophilic attack of the intermediate chlorocarbene formed. Carbylamine reaction. All of you might be knowing about carbylamine reaction. In carbylamine reaction, usually chloroform and alcoholic KOH reacts to give a dichlorocarbene, and the dichlorocarbene reacts with primary amines to form isocyanates or carbylamines. ക്ലോറോഫോമും NaOH അല്ലെങ്കിൽ KOH കൂടെ റിയാക്ട് ചെയ്ത് ഡൈക്ലോറോ കാർബീൻ ഉണ്ടാവുന്നു. ഡൈക്ലോറോ കാർബീൻ ഏതെങ്കിലും ഒരു അമീൻ NH2 ഉള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ RNH2 RNC ആണ്. NC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോസൈനൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അങ്ങനെ ഈ ഐസോസൈനൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പിന് ഒരു ഫൗൾ സ്മെല്ലാണ്, ഒരു ചീത്ത മണാണ്. അതുകൊണ്ടാണ് ഇതിനെ കാർബൈലമീൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് മാത്രമല്ല ഒരു ടെസ്റ്റ് ആയിട്ട്, പ്രൈമറി അമീൻസിന്റെ ഒരു ടെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ചീത്ത മണം കേൾക്കുമ്പോൾ പ്രൈമറി അമീനാന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. So the carbylamine test is a very delicate test for primary amines. So this is all about the reaction intermediate carbenes. Thank you.